നമ്മുടെ ഇൻഫർമേഷൻ മന്ത്രിയോട് പറഞ്ഞു, ഞങ്ങളെല്ലാ മന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ കോഴിക്കോട്ടുകാരനായ ഒരു മന്ത്രി മാത്രം അത് അദ്ദേഹം നേരത്തെ സ്വീകരിച്ചു, വന്നിട്ടില്ല. അദ്ദേഹം വരാത്തത് കൊണ്ട് ഇവിടെ പൊളിഞ്ഞു പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ തന്നെ പറയും. ഇപ്പൊ ഞാൻ മന്ത്രിയോട് പറഞ്ഞു, മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും മറ്റ് വകുപ്പ് കൊടുക്കാൻ മാത്രം ഇല്ലെന്ന് പറയുന്ന മന്ത്രിയോടും ഒക്കെ ഒന്ന് വിവരം പറഞ്ഞേക്കൂ നിങ്ങൾ. ഞാനിപ്പോ അദ്ദേഹത്തോട് പോകുമ്പോൾ പറഞ്ഞു എന്നല്ലാതെ ഞങ്ങൾ വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവന്റെ മേൽ തവക്കുൽ ചെയ്ത് നമ്മുടെ നേതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഇവര് പോയി പറഞ്ഞു കൊടുക്കുന്നതാ നമ്മളെ ഗവൺമെന്റിനോട്. അതിവിടെ കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരും ഉള്ളാളം തങ്ങളും കുറച്ച് ആളുകളെല്ലാം കൂടിയിട്ട് പറഞ്ഞ ഒരു വി പി മൊയ്തീൻകുട്ടി മുസ്ലിയാരും അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, അതൊന്നും നമ്മൾ പരിഗണിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഗവൺമെന്റിനോട് ഇനി ഞാൻ പറയേണ്ടതില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവായ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യം വിനീതനായ ഞാനും അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ കണ്ണു തുറക്കണം. നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ലെങ്കിൽ, നിങ്ങൾ ഞങ്ങളെ ഈ കാണുന്നില്ലെങ്കിൽ ഇവിടെ ഭൂരിപക്ഷമില്ല, ജനവിധുടയില്ല എന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഭൂരിപക്ഷം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ തെളിയിക്കാനുള്ള അവസരം ഒന്നല്ല രണ്ടല്ല പലതും അടുത്തടുത്ത് വരുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ആരോടും വെറുപ്പില്ല. സുന്നത്ത് ജമാഅത്തിനെതിരെ പറയുന്നവരോട്, കളവ് പറയുന്നവരോട്, നാശമുണ്ടാക്കുന്നവരോട്, ഫിത്ന പറയുന്നവരോട് ഞങ്ങൾക്ക് വെറുപ്പുണ്ട്. ഞങ്ങളതിനെ എപ്പോഴും എതിർക്കും. പക്ഷേ നിങ്ങൾ കളവ് പറഞ്ഞ് ഫിത്ന പറഞ്ഞ് ജനങ്ങളിടയിൽ അവഹേളിച്ച് പരിഹസിച്ച് ഇതുകൊണ്ട് ഞങ്ങളെ പ്രസ്ഥാനം നിന്നുപോകുമെന്ന് വ്യാമോഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വീട്ടുകളെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാം. ബഹുമാനപ്പെട്ട